അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരം ഐതിഹാസികമായ പ്രക്ഷോഭമായിരുന്നു എന്ന ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപർ പി നാരായണൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ അനുസ്മരിക്കുന്നതിനായി രാഷ്ട്രീയ സ്വയംസേവക സംഘ് പ്രചാർ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സരസ്വതി സ്കൂൾ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരം ഐതിഹാസികമായ പ്രക്ഷോഭമായിരുന്നു എന്ന ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപർ പി നാരായണൻ പറഞ്ഞു. ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊന്നും അനുഭവിക്കാൻ അവസരം കിട്ടാത്തവരാണ്. കാര്യം കേരളത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ഞാൻ പെടുമെങ്കിലും എന്തോ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ദുർഭാഗ്യമുണ്ട്, എനിക്ക് ഒരു മർദ്ദനവും ഏൽക്കേണ്ടി വന്നു. ഞാൻ അന്ന് ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന സംഘടനാ കാര്യദർശിയായിരുന്നു. ജന്മഭൂമിയുടെ സായന്ന പത്രം തുടങ്ങാനുള്ള വ്യവസ്ഥയും എനിക്കായിരുന്നു. ആ പത്രം തുടങ്ങി ഏതാണ്ട് ഒരു 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരുന്ന സമയത്ത് സംഘത്തിന്റെ കേരള പ്രാന്തത്തിലെ എല്ലാ പ്രമുഖ പ്രവർത്തകന്മാരുടെയും ഒരു 3 ദിവസത്തെ ബൈഠക്ക് എറണാകുളം പ്രാന്ത കാര്യാലയത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ അനുസ്മരിക്കുന്നതിനായി രാഷ്ട്രീയ സ്വയംസേവക സംഘ പ്രചാർ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സരസ്വതി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷനായിരുന്നു. ഓർഗനൈസർ പാഞ്ചജന്യ എന്നിവയുടെ കേരളത്തിലെ സീനിയർ റിപ്പോർട്ടർ ടി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളെ ചടങ്ങിൽ ആദരിച്ചു. RSS വിഭാഗ് സംഘചാലക് KN രാജു, N അനിൽ ബാബു, P ശ്രീനാഥ് എന്നിവർ പ്രസംഗിച്ചു.